തച്ചമ്പാറ ദേശബന്ധു സ്കൂൾ ബസിന്റെ വാതിൽ തെറിച്ച് വീണ സംഭവം ചർച്ചയാക്കി മണ്ണാർക്കാട് താലൂക്ക് വികസന സമിതി അംഗങ്ങൾ. എല്ലാ സ്കൂൾ വാഹനങ്ങളുടെയും ഫിറ്റ്നസ് ഉറപ്പാക്കുമെന്നും വികസന സമിതിയിൽ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. തച്ചമ്പാറയിലെ സംഭവം നിർഭാഗ്യകരമാണെന്നും സ്കൂൾ അധികൃതർ വലിയ വീഴ്ചയാണ് വരുത്തിയതെന്നും മോട്ടോർ വാഹന വകുപ്പ് പ്രതിനിധി പറഞ്ഞു. ജൂൺ 2 വരെ സ്കൂൾ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകാൻ പ്രത്യേകം ക്യാമ്പ് നടത്തിയിരുന്നു. 250-ലേറെ വാഹനങ്ങൾ ഇത്തരത്തിൽ പരിശോധനയ്ക്കെത്തി. എന്നാൽ തച്ചമ്പാറ സ്കൂളിലെ ബസ്സുകൾ പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നില്ല. തച്ചമ്പാറ സ്കൂളിന്റെ ബസ്സുകളിൽ പലതും സ്കൂളിന്റെ പേരിലുള്ളതല്ലെന്ന് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടത്തിയ പരിശോധനയിൽ നിലവിലെ 2 വാഹനങ്ങൾക്കുണ്ടായിരുന്ന ഫിറ്റ്നസ് റദ്ദാക്കി. ക്യാമ്പിൽ പരിശോധിച്ച വാഹനങ്ങളുടെയും പരിശോധനയ്ക്ക് വിധേയമാകാത്ത വാഹനങ്ങളുടെയും കണക്കെടുത്തു വരികയാണ്. ഇത് പൂർത്തിയായ ശേഷമേ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്താനാവൂ. വാതിൽ അടർന്നു വീണ ബസ് പരിശോധനയ്ക്ക് സ്കൂളിലെത്തിയപ്പോഴേക്കും ബസ് മാറ്റിയത് ക്രിമിനൽ കുറ്റമാണ്. ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകും. തച്ചമ്പാറ സ്കൂളിലെ വാഹനങ്ങൾ മറ്റ് പലരുടെയും പേരിലുള്ളതാണ്. ഇക്കാര്യം വിദ്യാഭ്യാസ ഡയറക്ടറെ രേഖാമൂലം അറിയിക്കുമെന്നും മോട്ടോർ വാഹന പ്രതിനിധി സഭയെ അറിയിച്ചു. സ്റ്റിക്കർ ഇല്ലാത്ത ഒരു വാഹനം പോലും ജൂൺ 1 മുതൽ ഇറക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നമ്മൾ കർശനമായിട്ട് എല്ലാ സ്കൂളുകൾക്കും എല്ലാ സോഴ്സ് വഴിയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരാളത് ഇറക്കുക എന്നുള്ളത് തെറ്റാണ്. നമ്മുടെ നിർദ്ദേശം അവഗണിച്ച് ചെയ്യുന്ന ഒരു തെറ്റാണ്. ആ തെറ്റ് കണ്ടുപിടിച്ച് ശിക്ഷ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ പോലും നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം, ഞങ്ങളിപ്പോ ചെയ്യാനുള്ള കാര്യം, സാർ പറഞ്ഞ മറ്റൊരു ഗൗരവമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരാൾ ഒരു കള്ളൻ ഒരു സാധനം കട്ടോട്ടാണ് ഓടിപ്പോയപ്പോൾ പോകുന്നതാണ്. ഈ വണ്ടി പിടിച്ചോണ്ടിരുന്നത് പാലക്കാട് കൊണ്ടുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, പാലക്കാട് കടക്കാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. പാലക്കാട് കടന്നാൽ പിന്നെ കോയമ്പത്തൂര് എത്തിക്കഴിഞ്ഞാൽ അത് വേറെ കോംപ്ലിക്കേഷൻ ആവും. അപ്പൊ അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് അവർ ചെയ്യുന്നത്. ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പോൾ ബഹുമാനപ്പെട്ട RTO മുജീബ് സാറും പിന്നെ ഞങ്ങളുടെ കൂടെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. സാറ് വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോലീസ് DVSP നേരത്തെ വിളിച്ച് പറഞ്ഞ് പോലീസിന് കംപ്ലൈന്റ് ചെയ്യും എന്ന് പറഞ്ഞു. നമുക്ക് അതാണ് ഒന്ന് ചെയ്യണം. അവര് ഈ വാഹനം ഒളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു ക്രിമിനൽ ഒഫൻസ് ആയതുകൊണ്ട്, അത് കുറ്റകൃത്യം മറച്ചു വയ്ക്കുക എന്നുള്ളൊരു ഒഫൻസ് ആയതുകൊണ്ട് അത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോലീസിന് വിവരം കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യാറുള്ളത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.